ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള എവിടെ വരെ എത്തി എന്നുള്ളത് ഇപ്പോഴും ഭക്തര് വളരെ അറിയാനുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെ നിൽക്കുകയാണ്. എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി, അത് കഴിഞ്ഞ് പിന്നീട് മുരാരി, പിന്നീട് ഒരു സുധീർ, അത് കഴിഞ്ഞിട്ട് വാസുവിൽ എത്തി. വാസുവിന് ശേഷം പിന്നെ എങ്ങോട്ടും ഇല്ലയോ എന്ന് ചോദിച്ചാൽ അതിന് ശേഷം വരുന്ന ആളിലായിരിക്കും ഇനി കൂടുതൽ കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് പോവുക എന്നുള്ളതാണ്. അതോടുകൂടി ശബരിമലയിൽ നിന്ന് ഇന്നേ വരെ ചരിത്രത്തിൽ ഇന്നേ വരെ പോയിട്ടുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാൻ കഴിയുമെന്നുള്ളതാണ്. ദ്വാരപാലകരുടെ ചെമ്പ് പാളികൾ മാത്രമല്ല, മറ്റ് തിരുവാഭരണങ്ങളിൽ പോലും ദേവസ്വം ബോർഡിലെ ചില ഉന്നതർ നോട്ടമിട്ടിരുന്നു. അതുപോലെ തന്നെ അത് നേടിയെടുക്കാനുള്ള വലിയ ശ്രമവും. എന്തായാലും തുടക്കത്തിലെ തന്നെ നമുക്കറിയാമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഇത് നിൽക്കുന്നതല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വാഹകൻ മാത്രമാണ്. ഇതെല്ലാം കൊണ്ട് പലയിടങ്ങളിലേക്ക് പോകുന്നു, അത് തിരികെ അതെല്ലാം ചെയ്തുകൊണ്ട് വരുന്ന ഒരാൾ മാത്രമായിട്ടാണ് അവരുടെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വേറൊരു കഴിവ് കൂടിയാണ്. അവിടെ കീഴ്ശാന്തിക്കാരനായിട്ടോ അല്ലെങ്കിൽ പരികർമ്മിയായിട്ടോ കയറി വന്ന വലിയ ബിസിനസ്സുകാരായിട്ടുള്ള ഭക്തജനങ്ങളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കിയതും അതിലൂടെ സ്പോൺസർഷിപ്പ് എടുത്തതും അത് അവരെയും ദേവസ്വം ബോർഡിലെ ഉന്നതന്മാരെയും തമ്മിൽ ബന്ധിപ്പിച്ചതും അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ലോക കള്ളന്റെ ഒരു കഴിവ് തന്നെയാണ്. ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞിട്ടും അയ്യപ്പനെ പൂജിക്കാനുള്ള തൻ്റെ ഒരു രീതിയും തനിക്കറിയാം എന്ന് ബോധ്യപ്പെടുത്തുകയും എന്നാൽ അയ്യപ്പന്റെ ആഭരണങ്ങൾ വരെ അടിച്ചുകൊണ്ടു പോകുന്നതിൽ സമർത്ഥനുമായി തീർന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ എന്തുകൊണ്ട് വാസു കഴിഞ്ഞിട്ട് പത്മകുമാറിലേക്ക് ഇനി ഒരു അറസ്റ്റ് ഉണ്ടെങ്കിൽ അത് പത്മകുമാറിലേക്കായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് പത്മകുമാറിലേക്ക് അടുക്കുന്നില്ല? പത്മകുമാർ നിരവധി തവണ പല കാരണങ്ങൾ പറഞ്ഞ് ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കുകയാണ്. പല കാരണങ്ങളാൽ മരണമുണ്ടായി, മറ്റ് ബന്ധുമിത്രാദികളുടെ വിവാഹം, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. ഇത് ഇനിയും ചോദ്യം ചെയ്യലിന് വന്നില്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനനുസരിച്ച് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ഔദ്യോഗിക നേതൃത്വവുമായിട്ട് അല്പം ഇടഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ ഒന്നും നേടിയെടുക്കാൻ കഴിയാത്തതിൽ അദ്ദേഹം ഇറങ്ങിപ്പോയ ആളുമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുൻ MLA ഒക്കെ ആയിരുന്നു അദ്ദേഹം. പക്ഷെ അതിൽ നിന്ന് ഈ പത്മകുമാറിനോടുള്ള ഒരു സ്നേഹക്കൂടുതൽ കൊണ്ടൊന്നും അല്ല അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് പോകാൻ വൈകാൻ കാരണമെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് പിന്നെ പോകുന്നത് വലിയ ഇടങ്ങളിലേക്കായിരിക്കും. CPM-ന്റെ തന്ത്രപ്രധാനമായ ഇടങ്ങളിലേക്കായിരിക്കും. ആ തന്ത്രപ്രധാനമായ കോട്ടകളിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ തന്നെ CPM-ന് ഇടിവുണ്ടാകും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ഇത് വലിച്ചു നീട്ടി ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ പോലും ഇത് ഇപ്പോൾ അവർക്കൊരു ഉത്തരവും ഒരു വിശദീകരണവും താഴെത്തട്ടിലുള്ളവർക്ക് നൽകാൻ കഴിയുന്നില്ല. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ കൊണ്ടുപോയാലോ അതിന് പിന്നാലെ ഈ തെരഞ്ഞെടുപ്പ് ആവേശം തന്നെ നിയമസഭയിലേക്കും തുടർന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ 2 ദിവസം കഴിയുമ്പോൾ ഫലം വരുന്നു. ആ ഫലത്തെ ആശ്രയിച്ചിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളെല്ലാം. കേരളം എങ്ങോട്ടേക്ക് തിരിയും എന്നുള്ളത് കൃത്യമാകും. അപ്പോൾ ഈ ശബരിമല വിഷയം കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ്. 19 ശബരിമല വിഷയം കത്തി നിന്നതുപോലെ തന്നെ
അതിനേക്കാൾ 10 മടങ്ങായിട്ടാണ് ഈ 2025 ഈ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും നിറഞ്ഞു നിൽക്കുന്നതും. അത് CPM-ന് വലിയ ദോഷമുണ്ടാക്കും. കാരണം CPM-ന്റെ മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളിലേക്കാണ്. CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യങ്ങളൊന്നുമല്ല. പത്മകുമാറിനെ പോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പിടികൂടിയാൽ, ഇപ്പോൾ തന്നെ വാസുവിനെ പിടികൂടി, വാസുവിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. വാസു ചില്ലറക്കാരനായിരുന്നു. വാസു ദേവസ്വം ബോർഡ് അടക്കി ഭരിച്ചിരുന്നു. AKG സെന്ററിലും വലിയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ആളായിരുന്നു. അങ്ങനെയുള്ള വാസുവിനെ പിടിച്ചകത്തിട്ട് കഴിഞ്ഞപ്പോൾ പത്മകുമാറിലേക്ക് വന്നു കഴിഞ്ഞാൽ, വാസു അവിടെ ദേവസ്വം ബോർഡ് അടക്കി ഭരിക്കുന്ന സമയത്ത്, കമ്മീഷണർ ആയിരിക്കുന്ന സമയത്ത് പത്മകുമാർ പ്രസിഡന്റായിരുന്നു. പത്മകുമാർ വെറും ഒരു പാവ മാത്രമായിട്ടാണ് ആ സമയത്ത് അവിടെ നിന്നത്. ശബരിമല യുവതീ പ്രവേശ സമയത്ത് അതിനെ എതിർത്തിരുന്ന ആളാണ് പത്മകുമാർ. അതൊക്കെയാണ് പിണറായി വിജയന്റെ കണ്ണിലെ കരടായിട്ട് മാറുകയും ചെയ്തത്. അന്ന് നമ്മൾ തീർച്ചപ്പെടുത്തിയതാണ്. പക്ഷേ എന്തുകൊണ്ട് പത്മകുമാറിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നില്ല? പലതരത്തിലും പത്മകുമാറുമായിട്ട് പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുണ്ടെങ്കിലും പത്മകുമാറിലേക്ക് ഈ അറസ്റ്റോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലോ എത്താൻ വൈകുന്നത് എന്തുകൊണ്ട് എന്നൊരു സംശയം നിൽക്കുന്നുണ്ട്. കാരണം ഇത് ചെന്ന് കഴിയുമ്പോൾ അതീവമായിട്ടുള്ള CPM-ന്റെ അതീവ സുരക്ഷാ മേഖലയിൽ എന്ന് തന്നെ പറയാം, അവിടങ്ങളിലേക്കായിരിക്കും പിന്നീട് പോകാൻ തുടങ്ങുക. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം തന്നെയാകും. എന്തായാലും ശബരിമലയെ തൊട്ട് കളിച്ച ഈ പാർട്ടിക്കും ഈ സഖാക്കന്മാർക്കും ഈ തീർത്ഥാടന കാലത്ത് തന്നെ അത് തിരികെ കിട്ടുന്നു എന്നുള്ളതാണ്. നോക്കണം, ഒരു 6-7 വർഷം കൊണ്ട് തന്നെ അയ്യപ്പ സംഗമം നടത്തി. അയ്യപ്പ സംഗമം നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഒരിക്കൽ കൂടി കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയായിരുന്നു അത് നടത്തിയത്. ഞങ്ങൾ ഇതിലൊന്നും, ശബരിമല നിങ്ങളുടേതാണ്, വിശ്വാസികളുടേതാണ്, നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എല്ലാ സൗകര്യവും ചെയ്തു തരുന്നു എന്ന് നമ്മളെ ഇങ്ങനെ ഒന്ന് വെറുതെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു. പക്ഷെ അതാണ് അവിടെ തിരിച്ചടി ഉണ്ടാക്കി കൊടുത്തത്. ഇതൊക്കെ ശബരിമല തീർത്ഥാടനത്തിന് തൊട്ടു മുൻപ് ഇവർക്ക് കിട്ടുന്ന ഒരു വലിയ പ്രഹരം തന്നെയാണ്. ആ പ്രഹരം വ്യക്തികൾക്കും അതുപോലെ തന്നെ വ്യക്തികളിലൂടെ ഈ CPM സഖാക്കന്മാരിലൂടെ പ്രസ്ഥാനത്തിനും ഇവർക്ക് ഇതിൻ്റെ ഒരു തിരിച്ചടി കിട്ടുകയാണ്. അതാണ് പത്മകുമാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, പത്മകുമാറിന്റെ അറസ്റ്റ് കഴിഞ്ഞാൽ, ഇപ്പൊ അതിനിടയ്ക്ക് ദേവസ്വം സെക്രട്ടറി ഒരു ജയശ്രീ പറയുന്നുണ്ട്, അത് അറസ്റ്റ് ഇതുവരെ നടന്നിട്ടില്ല. ഇതിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ സംഗതി ആകെ കൂടെ മാറി മറിയും എന്നുള്ളത് ഉറപ്പാണ്. അത് പിന്നെ പിടികിട്ടാത്ത രീതിയിലായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് പോവുക. അവിടെ നിന്ന് ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു വൻ തട്ടിപ്പിന്റെ കഥ പുറത്തേക്ക് വരാൻ തുടങ്ങുകയാണ്.